അങ്ങനെ കാത്തിരുന്ന ആ ദിവസം വന്നെത്തിട്ടോ ഗൈസ്. വേറെ ഇതുമല്ല, നമ്മളെ ലീഗിന്റെ പരിപാടി. നമ്മളവിടെ അധികം ലീഗ് തന്നെ കേട്ടോ ജയിക്കാറ്. ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് എന്നും ഇവിടെ ലീഗ് തന്നെയാണ് ജയിക്കാറ്. അപ്പോൾ ഇപ്രാവശ്യം അങ്ങനെ തന്നെ ആയിരുന്നു കേട്ടോ. അങ്ങനെ ആ പരിപാടിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. എല്ലാ പ്രാവശ്യവും ഞങ്ങളത് കാണാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കും കേട്ടോ. നല്ല രസമാണല്ലോ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതാ നമ്മളവിടെ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ തറവാടിൻ്റെ അവിടേക്ക് പോയി. അവിടെ നിന്ന് ഇങ്ങോട്ട് പിന്നെ പാടത്ത് വെച്ചിട്ടായിരുന്നു കേട്ടോ പരിപാടികളൊക്കെ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പടക്കൊക്കെ പൊട്ടിടാണോ നല്ല അടിപൊളിയായിരുന്നു. എൻ്റെ സ്വത്തുമണിക്കാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ കാണുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. എന്നാലും കരച്ചിലോ അലമ്പോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്നെ തന്നെ പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കുഞ്ഞമ്മാൻ്റെ അടുത്തേക്കൊന്നും പോണില്ല വിളിച്ചിട്ട് അങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മളെ കുറേ ഫ്രണ്ട്സിനെയൊക്കെ കണ്ടുട്ടോ. എപ്പോഴെങ്കിലും പുറത്ത് ഇങ്ങനെയൊക്കെ ഇറങ്ങുള്ളൂ. ഒരുമിച്ച് എല്ലാവരെയും കാണാൻ പറ്റി. അങ്ങനെ കുറച്ച് നേരം സംസാരിച്ചൊക്കെ നിന്നു. പിന്നെ നമ്മളെ മദ്രസിൻ്റെ അവിടേക്കാണ് കേട്ടോ പോണത് ഗൈസ്. അവിടെയാണ് ഇതിൻ്റെ എൻഡ്, ലാസ്റ്റ് അവിടെയാണ് കേട്ടോ. അപ്പോൾ അങ്ങോട്ട് കാണാൻ വേണ്ടിയിട്ട് പോകാൻ നിൽക്കുകയാണ്. അതിന് മുമ്പുള്ള പരിപാടിയാണ് കേട്ടതൊക്കെ. എന്ത് ഭംഗിയുണ്ടായിരുന്നു പറയാൻ കാണാൻ വേണ്ടിയിട്ട് ഗൈസ്. ഈ തീയൊക്കെ പറഞ്ഞാണ് ഭയങ്കര രസമായിട്ട്. എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് ഈ തീ കാണുക എന്നുള്ളത് തന്നെ. ഇത് ഭയങ്കര ഭംഗിയുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എല്ലാവരും കണ്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു കേട്ടോ. പിന്നെയാണെന്നുണ്ടെങ്കിൽ ഈ കുഞ്ഞു മക്കളൊക്കെ ആണ് കേട്ടോ ഗൈസ് ഈ തീയൊക്കെ പിടിച്ചിട്ട് കാട്ടണത്. നമുക്ക് കാണുമ്പോൾ പേടിയാവും. പക്ഷെ ഇവർ ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആണ് കേട്ടോ. ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആണ് പറഞ്ഞു കഴിഞ്ഞാൽ. അത്രയും അടിപൊളിയായിട്ടാണ് ഇവർ ഇതൊക്കെ വെച്ചിട്ട് ചെയ്യണത്. അപ്പം നമുക്ക് കാണുന്നവർക്കാണ് ഇതിൻ്റെ ഭയമൊക്കെ ഉള്ളത് കേട്ടോ. നമുക്ക് എന്തെങ്കിലും പറ്റുമോ എന്നുള്ളൊരു പേടി. പക്ഷേ ഓല് നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആർക്കും കുഴപ്പമോ കാര്യങ്ങളൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് എന്തായാലും അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ പോണത് മദ്രസിൻ്റെ അങ്ങോട്ടേക്കാണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ പരിപാടി അടിപൊളിയായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ എൻ്റെ ഫാമിലിയിലും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളവിടെ ഇങ്ങനത്തെ പരിപാടിയൊക്കെ കാണാൻ പറഞ്ഞാൽ എല്ലാവരും വരും കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ അകത്തിരിക്കണ ആൾക്കാരൊന്നുമില്ല. അങ്ങനെ എല്ലാവരും എല്ലാത്തിലും കൂടി അങ്ങനത്തെ ഒക്കെ ആൾക്കാരാണ് കേട്ടോ, കൂടുന്ന ആൾക്കാരാണ്. പിന്നെ ഇത് മദ്രസിൻ്റെ അവിടെയാണ് കേട്ടോ ഗൈസ്. അവിടെ വെച്ചിട്ടാണ് ലാസ്റ്റ് എൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാൻ വേണ്ടി പോയതാണ്. എൻ്റെ സ്വത്തുമണിയാണെന്ന് തന്നെ പേടിച്ചിരിക്കുകയാണ്. ഇതാണ് നമ്മളെ സ്ഥാനാർത്ഥി കേട്ടോ, ആരിഫാത്ത. നമ്മളെ അയൽവാസി തന്നെയാണ്. അപ്പോൾ ആളിതാ എന്തായാലും വിജയിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ അടിപൊളിയായിട്ട് ഇതാവല് ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ പിന്നെ കുറച്ചു നേരം കൂടെയൊക്കെ നിന്നിട്ട് പിന്നെ പോന്നു കേട്ടോ. എല്ലാവരെയും കണ്ട് സംസാരിച്ച്. എൻ്റെ സ്വത്തുമണിക്കാണെന്നുണ്ടെങ്കിൽ ഉറക്ക് വന്നു കേട്ടോ ഗൈസ്. പിന്നെ ഈ ഒച്ചപ്പാടും ബഹളമൊക്കെ ആയ കാരണം അവന് ഉറങ്ങാനും പറ്റണില്ല. പിന്നെ ഭയങ്കര പേടിയുണ്ട് കേട്ടോ. എനിക്ക് ഇതൊക്കെ കാണുമ്പോൾ എന്താണെന്നറിയില്ല. ഫസ്റ്റ് ടൈം ആയിട്ടായിരിക്കാം. ചിലപ്പോൾ അടുത്ത വർഷം ആകുമ്പോൾ ഇൻഷാല്ലാ അതൊക്കെ സെറ്റ് ആവുമായിരിക്കും. ഇപ്പോൾ അവനെ അറിയില്ലല്ലോ. ഭയങ്കര ഒച്ചപ്പാടും ബഹളമൊക്കെ ആയിരുന്നു. അപ്പോൾ പേടിച്ചിട്ട് ആൾ എൻ്റെ തോളിൽ തന്നെ കിടക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ്, ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യണേ.